കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന പശ്ചാത്തലത്തിൽ പല ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളും UDFിലെ അനൈക്യത്തെക്കുറിച്ച് കൂടുതലായി ഡിസ്പ്രപ്പോർഷനേറ്റായി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ന് CPMൻ്റേതായി പുറത്തു വരുന്ന ചില പ്രസ്താവനകൾ, CPMൻ്റെ ഔദ്യോഗികമായി തന്നെ വാർത്തകളിൽ വരുന്ന വാർത്ത, CPMൻ്റെ ഈയിടെ കൂടിയ അവരുടെ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ CPI അവർ പരിഹസിക്കുകയും അതുപോലെ തന്നെ CPIയുടെ പ്രവർത്തനങ്ങൾ UDFിൻ്റെ വിജയത്തിന് കാരണമായതായും അവർ അഭിപ്രായപ്പെട്ടു. CPIയുടെ നിലപാടുകൾ UDFിനെ സഹായിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാനിപ്പോൾ ഇത് സൂചിപ്പിക്കാൻ കാരണം UDFിലെ അനൈക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയുഗ യാത്ര എത്തിയപ്പോൾ വേദിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് മുമ്പ് വടകര MP ഷാഫി പറമ്പിൽ സംസാരിക്കാൻ കാണിച്ച ധൃതിയെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ ചില അതിനെ കളിയാക്കിക്കൊണ്ട് ഇവരെ ഇപ്പോഴേ ഇങ്ങനെയാണ് എങ്കിൽ ഭരണത്തിൽ വന്നാൽ ഇവരെങ്ങനെയാണ് ഭരിക്കുക, അവരെപ്പോഴും അനൈക്യത്തിലായില്ലേ, ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് CPI ഇവരെ കളിയാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ വിഷയത്തിൻ്റെ കോറിലേക്ക് വരാം. കളിയാക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, CPIക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. PMC പദ്ധതിയെക്കുറിച്ച് CPIയും അതിൻ്റെ യുവജന സംഘടനകളും 2025 ഒക്ടോബറിലൊക്കെയായി നടത്തിയ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് നടത്തിയ സമരങ്ങൾ UDFിനെയാണ് സഹായിച്ചത് എന്ന് LDF വിലയിരുത്തുന്നു. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് സംബന്ധിച്ചുള്ള എതിർപ്പ് CPI LDFിൻ്റെ ലൈസൺ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മീറ്റിങ്ങുകളിലോ അവർക്ക് വേണ്ടത്ര അവസരം ലഭിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ PMC പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പായിട്ട് ആ വിഷയം LDFിൻ്റെ ലൈസൺ കമ്മിറ്റിയിലോ മന്ത്രിസഭയിലോ ചർച്ചയ്ക്ക് വന്നില്ല. ചർച്ചയ്ക്ക് വന്നപ്പോഴെല്ലാം, അതായത് ഒക്ടോബർ 22 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ CPIയുടെ പ്രതിനിധികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ CPI ഈ വിഷയത്തിൽ CPIയുടെ ചില പ്രസ്താവനകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ഗോൾ കീപ്പർ സ്വന്തം പോസ്റ്റിലേക്ക് ഗോളടിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് CPIM ചെയ്തത് എന്ന് CPIയുടെ രാജ്യസഭാ MP സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാനങ്ങളുടെ വിഹിതവും എടുത്ത് ചെലവ് കുറച്ച് ഗുണമേന്മ വർദ്ധിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് നമുക്ക് PMC പദ്ധതിയെ മനസ്സിലാക്കാം. പക്ഷേ PMC പദ്ധതിയിൽ ഒപ്പിടുന്നതിനെ സംബന്ധിച്ച് LDFിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഈ സംസ്ഥാന സർക്കാരിന് ആവശ്യമായ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ വിഹിതം ലഭിക്കണമെങ്കിൽ ഇതിൽ ഒപ്പിടണം, അല്ലാതെ ആ വിഹിതം നൽകില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഇവർ നിർബന്ധിതമായി ഒപ്പിടുന്നതും. അങ്ങനെ ഒപ്പിട്ട ശേഷം പിന്നെ അതിനെ ന്യായീകരിക്കുന്നത്, ഇവിടെ വിവിധ കാര്യങ്ങൾ ചെയ്യേണ്ടേ, സംസ്ഥാന സർക്കാരിന് ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ഒരു പൊതുച്ചെലവുണ്ട് ഇവിടെ. ആ പൊതുച്ചെലവ് മീറ്റ് ചെയ്യാൻ ഒരു പബ്ലിക് റവന്യൂ വേണം. ആ റവന്യൂ ഇല്ലാത്ത സമയത്ത് ഞങ്ങളെങ്ങനെ ചെയ്യാൻ നിർബന്ധിതരായി എന്നവരതിനെ ന്യായീകരിച്ചു. അപ്പോൾ ഈ സന്ദർഭത്തിൽ പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ ഒരു സമയത്ത് രാജ്യസഭയിൽ തന്നെ പറഞ്ഞു, യൂണിയൻ മിനിസ്റ്റർ നമ്മുടെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ MP ആണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും യൂണിയൻ ഗവൺമെൻറ്റിനും ഇടയിലുള്ള മീഡിയേറ്റർ ആയത് എന്ന് പറഞ്ഞു.
അപ്പോൾ CPI ഈ വിഷയത്തെ സംബന്ധിച്ച് അന്നും ഇന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ PM-ശ്രീ പദ്ധതി പോലെയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനകത്ത് ഒരു അഭിപ്രായ ഐക്യമുണ്ടോ? അപ്പോൾ എന്നിട്ടും അവരെങ്ങനെയാണ് ഭരിക്കുന്നത്? അപ്പോൾ ഈ ജനാധിപത്യത്തിനകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. എല്ലാ കാര്യത്തിലും എല്ലാവരും യോജിച്ചു കൊള്ളണമെന്നില്ല. വിയോജിപ്പുള്ള മേഖലകളെ ക്കിടയിൽ രമ്യതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും വിയോജിപ്പുള്ള മേഖലകളിൽ യോജിപ്പിന് ശ്രമിക്കുകയും യോജിപ്പുള്ള മേഖലകളിൽ കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുകയും അതിലൂടെ ഒരു മെച്ചപ്പെട്ട നല്ല രീതിയിലുള്ള ഒരു സാമൂഹ്യ മാറ്റത്തിന് ശ്രമിക്കുകയുമാണല്ലോ ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും സൂചിപ്പിച്ചത് ഇവിടെ ഭരണകക്ഷിക്കിടയിൽ വലിയ അഭിപ്രായ അനൈക്യമുണ്ട്. ജോസ് കെ ഇപ്പോൾ ഇന്ന് വേറൊരു വാർത്ത വരുന്നുണ്ട്. അതായത് നേരത്തെ മധ്യമേഖല യാത്ര ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ റോഷി അഗസ്റ്റിൻ പറയുകയാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ അടുത്തുനിന്ന് ഒരു പ്രസ് കോൺഫറൻസിൽ ഇരിക്കുമ്പോൾ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ടാണ്. തിരിച്ച് മൈക്ക് വാങ്ങാൻ വേണ്ടി പാവം ജോസ് കെ മാണി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിൻ നൽകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്ന ചില തോന്നലുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തെ കാണുന്നത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായി ധാരാളം ആശയവിനിമയം നടത്താൻ ഞാൻ ഈ കാലയളവിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ വെള്ളിമൂങ്ങ സിനിമയിലുള്ളതുപോലെ വലിയ രീതിയിലുള്ള ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഇല്ലാത്ത പ്രശ്നം, എന്തൊക്കെയോ താല്പര്യങ്ങളുടെ പേരിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നു. അതിനിപ്പോൾ അധികമൊന്നും വേണ്ട, അധികമൊന്നും നമ്മൾ നോക്കണ്ട. ഒരു ചെറിയ കാലത്ത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തോടൊപ്പം കേരള കോൺഗ്രസ്സുകൾ ഉണ്ടായിരുന്നെങ്കിലും കേരള കോൺഗ്രസ്സുകൾ ഏറ്റവും ശക്തമായി കൂട്ടായി ഒരു മുന്നണിയിൽ നിന്ന കാലം 2011-16 കാലത്താണ്. പക്ഷേ അതിനോടൊപ്പം ഉണ്ടായിരുന്ന PJ ജോസഫ് പിന്നെ PC ജോർജ് 2016 എന്തോ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ കേരള കോൺഗ്രസ്സുകൾക്കകത്തുള്ള ഈ ഒരു അനൈക്യവും ഈ പിളരലും വളരലും ഒക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം, പിളർന്നാലും അവർക്ക് വളരാൻ കഴിയുമെന്ന് തോന്നുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഇപ്പോൾ ചിലർ പറയുന്നത് മാണി സി കാപ്പൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പാലായിലുണ്ടായിരിക്കും. അതായത് ഇവരുടെ ഉദ്ദേശം, ജോസ് കെ മാണിയുടെ ഉദ്ദേശം അവിടെ മത്സരിക്കാതിരിക്കുകയും പാലായിൽ മത്സരിക്കാതിരിക്കുകയും അവിടെ റോഷി അഗസ്റ്റിന് വിജയസാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് റോഷി അഗസ്റ്റിനെ മത്സരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും അങ്ങനെ അതിലൂടെ പാർട്ടിയിൽ ഒരു രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വലിയ കരുത്തനായ മറ്റൊരു നേതാവ് വളർന്നു വരുന്നതിനെ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ്റെ ഉദ്ദേശമെന്ന് ചിലർ കരുതുന്നു. അതേസമയം തന്നെ പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടുന്നതോടുകൂടി ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായിക്കൊള്ളും, അല്ലെങ്കിൽ ജോസ് കെ മാണി അപ്രസക്തനാകും എന്ന് റോഷി അഗസ്റ്റിന് അറിയാം. അപ്പോൾ അതിനുവേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ LDFിലെ വിവിധ ഘടകകക്ഷികൾക്കിടയിലും അതുപോലെ തന്നെ ഇടതു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികളിലെ നേതാക്കൾക്കിടയിലും വലിയ ഘടകകക്ഷിയുടെ നേതാക്കൾക്കിടയിലും ഇന്ന് കാണുന്ന ഐക്യം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ഇവർ ഈ നമ്മുടെ UDFിനകത്തുള്ള അനൈക്യത്തെക്കുറിച്ച്, കോൺഗ്രസ്സിലെ അനൈക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നന്ദി, നമസ്കാരം.